ലച്ചു, എന്താ? അയ്യോ, എനിക്കിത് എന്ത് മറവിയാ. ഭഗവാന്റെ പ്രസാദം കിട്ടിയിട്ട് അതിട്ടില്ല. ആദ്യം ഡോക്ടർക്ക്. ഇനി ചന്ദനം ഞാൻ ലച്ചുവിന് നെറ്റി തൊട്ട് തരട്ടെ? അതിനെന്താ, ഭഗവാന്റെ പ്രസാദമല്ലേ, നെറ്റിയിൽ തൊട്ടോളൂ. എന്നാ പോവാം. ഡോക്ടർ വരൂ. ലച്ചു, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ പറയാനുള്ളതൊക്കെ ഡോക്ടർ പറഞ്ഞോളൂ. ഒരുപാട് നാളായി ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നതാ. എങ്ങനെ പറയണം, എങ്ങനെ ചോദിക്കണം എന്നൊന്നും എനിക്കറിയില്ല. അയ്യോ, അതെന്താ അങ്ങനെ? ഡോക്ടർക്ക് എന്ത് കാര്യം ചോദിക്കാനുള്ളത്? എന്തായാലും അതെന്താന്ന് എന്നോട് പറയണം. എനിക്ക് ലച്ചുവിനെ അത്രയ്ക്ക് ഇഷ്ടമാ. ലച്ചുവിന് എന്നെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാം. എന്താ ഡോക്ടർ, എന്തീ പറയുന്നേ? ലച്ചു, തന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്റെ കാര്യങ്ങൾ ലച്ചുവിനും അറിയാമെന്നാ എനിക്ക് തോന്നുന്നത്. നമ്മുടെ രണ്ടാളുടെ ഇഷ്ടങ്ങൾ എല്ലാം ഒന്നിച്ചു പോകുന്ന എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ പരസ്പരം അറിയുന്നവരല്ലേ ഒന്നിച്ച് ജീവിക്കേണ്ടത്. എന്നാലല്ലേ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റൂ. അതാ ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ലച്ചുവിന് എന്നെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ എന്നെ സ്നേഹിക്കാൻ പറ്റുമെന്ന എന്റെ വിശ്വാസം. ലച്ചു എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ മറ്റൊന്നും വേണ്ട. ഒരിക്കലും ഞാൻ ലച്ചുവിനെ വേദനിപ്പിക്കില്ല, കണ്ണീർ കുടിപ്പിക്കില്ല. ആ ഒരു ഉറപ്പ് ഇപ്പോഴും ഞാൻ നൽകുക. ലച്ചു, പറയ്, എന്നെ ഇഷ്ടമെന്ന് പറയ്. ലച്ചു, പ്ലീസ്. എങ്ങനെയാ ഇതിന് മറുപടി പറയേണ്ടെന്ന് എനിക്കറിയില്ല ഡോക്ടറെ. എനിക്ക് ഡോക്ടറെ ഇഷ്ടമാണ്. പക്ഷേ അത് ഡോക്ടർ കരുതുന്ന പോലൊരു ഇഷ്ടമല്ല എനിക്ക് ഡോക്ടറോടുള്ളത്. നിങ്ങളെപ്പോലെ ഒരു വലിയ മനുഷ്യന്റെ ഭാര്യയാവാനുള്ള യോഗ്യത സത്യത്തിൽ എനിക്കില്ല. ലച്ചു, ഒരിക്കലും അങ്ങനെ പറയരുത്. സമ്പത്തോ ബന്ധുബലോ ഒന്നും കണ്ടിട്ടല്ല ഞാൻ ലച്ചുവിനെ ഇഷ്ടപ്പെട്ടത്. എന്തോ ആ നിഷ്കളങ്കത, ശാലീനമായ ഈ സൗന്ദര്യം, ആ മനസ്സിന്റെ നന്മ, അതെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതെല്ലാം ഡോക്ടറുടെ നല്ല മനസ്സുകൊണ്ട് തോന്നുന്നതാ. പക്ഷെ ഞാൻ അങ്ങനൊരു കുടുംബജീവിത സ്വപ്നം കണ്ടല്ല ഇപ്പൊ ജീവിക്കുന്ന. സത്യത്തിൽ അങ്ങനൊരു കുടുംബജീവിതം ദൈവം എനിക്ക് നിശ്ചയിച്ചിട്ടില്ല എന്നാ എന്റെ വിശ്വാസം. അതൊക്കെ ലച്ചുവിന്റെ വെറും തോന്നല. അല്ല, സത്യ പറയുന്ന. ഇപ്പൊ എന്റെ മനസ്സിൽ വല്ലാത്തൊരു മരവിപ്പ. എന്നെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തെക്കാൾ എനിക്ക് ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല. എന്നാ പിന്നെ
ഞാൻ ലച്ചുവിനെ അത്രയ്ക്ക് സ്നേഹിക്കല്ലേ. തിരിച്ചും എന്നെ ഇഷ്ടപ്പെടാൻ ലച്ചുവിന് കഴിയില്ലേ? ഞാൻ അതാ പറയുന്നത്. ഡോക്ടർ ഉദ്ദേശിക്കുന്ന ഒരു ഇഷ്ടം അതെന്തോ ഇപ്പോഴെന്റെ മനസ്സിലില്ല. ഡോക്ടർ എന്നോട് ക്ഷമിക്കണം. ഭഗവാനെ, എനിക്ക് ലച്ചുവിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ലച്ചുവിനോടുള്ള എൻ്റെ പ്രണയം സത്യമാണെങ്കിൽ എനിക്ക് എൻ്റെ ഒപ്പം ലച്ചു എന്നും ഉണ്ടാവണേ. തൃക്കണ്ണു തുറന്ന് ചുട്ടരിക്കാൻ ശ്രമിച്ചിട്ടും ദക്ഷയ്ക്ക് അതിന് കഴിയാതെ ഇപ്പോഴും തല ഉയർത്തി നിൽക്കുക മംഗലശ്ശേരി വീട്. നിങ്ങൾ എന്താ ഇവിടെ? ഈ ചോദ്യം ഞാനല്ലേ നിന്നോട് ചോദിക്കേണ്ടത്? നീ എന്താ ഇവിടെ? ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാ ഈ വീട്ടിൽ നിൽക്കില്ലെന്ന് പറഞ്ഞവളല്ലേ നീ? നിനക്ക് ഞാനൊരു ജോലിയും സ്ഥിരമായ താമസ സൗകര്യം ഏർപ്പാടാക്കിയിരുന്നു. എന്നിട്ട് നീ പോയില്ല. നിന്റെ മനസ്സ് ഇവിടെയല്ലേ? ഞാൻ പോവാതിരുന്നൊന്നുമല്ല. നിന്നെ ഈ വീട്ടുകാർ വിടില്ല. ഇനി നീ ആരാണെന്ന് അറിഞ്ഞാൽ പോലും പുറത്താവുന്നത് നീയല്ല, നിന്റെ ചേച്ചിയാ. അതല്ലേടി നീ ആരാണെന്ന സത്യം ഞാൻ ഇപ്പോഴും നെഞ്ചിനുള്ളിൽ വെച്ച് നടക്കുന്നത്. നിങ്ങൾക്ക് എന്താ വേണ്ടേ? മംഗലശ്ശേരിയിലെ എല്ലാവരും ഇവിടെ ഉണ്ടോടി? ഉണ്ടെങ്കിൽ നീ പേടിക്കണ്ട. നിന്നെ വലിച്ചു കീറാനല്ല ഞാൻ വന്നത്. എനിക്ക് കാണേണ്ടത് ഇവിടെയുള്ള എല്ലാവരെയോ. നിനക്ക് എന്താ വേണ്ടത്?
വീട്ടിൽ വരുന്നത് ശത്രുവാണെങ്കിലും ഒന്നിരിക്കാൻ പറയുന്ന പാരമ്പര്യം എന്റേത്. മംഗലശ്ശേരിക്കാർക്ക് അത് പണ്ടുമില്ല. ഇവൾ എന്തിനുള്ള വരവാ? ഒന്ന് പതുക്കെ. ദക്ഷ ഇരിക്കെ. അമ്മു, ദക്ഷയ്ക്ക് ചായ എടുക്ക്. ചെല്ല മോളെ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ ഈ വീടിന്റെ പടി കയറുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇവരെ പിടിച്ചിരുത്തി സൽക്കരിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നി? സഞ്ജു, നീ ഒന്നും മിണ്ടാതെ നിൽക്ക്. മുത്തശ്ശനെയും മുത്തശ്ശയും കെട്ടിയിടത് ഇവരാ. ദക്ഷ അത്തരം തരംതാണ പണിക്കൊന്നും പോവില്ല മോനെ. പണിക്കരെയും ഭാര്യയും കെട്ടിയിട്ട് ദക്ഷയ്ക്ക് നേടാൻ ഒന്നുമില്ല. എന്തിനായിരുന്നു അങ്ങനെ ഒരു നാടകം നടന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. ഇവരെന്താ സഞ്ജു ഇങ്ങനെ പറയുന്നേ? ഞാൻ എങ്ങനെ അറിയാനാ? നിങ്ങൾ പറ. ഞാനും ഇവിടെ വന്നതാ. അതൊന്നും എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല. എനിക്ക് പൊളിച്ചു കാട്ടാൻ രഹസ്യങ്ങളും ഇല്ല. അതിന് വ്യഗ്രതപ്പെടുന്നവർ ഉണ്ടാകാം. ദക്ഷ ചായ കുടിക്ക്. നിങ്ങൾ വന്ന കാര്യം എന്താന്ന് പറയും? ഞാൻ പണിക്കരോട് ഒരു കാര്യം സംസാരിക്കാനാ വന്നത്. ആവശ്യങ്ങളൊന്നുമല്ല. നിങ്ങളുടെ ഒരു സഹായവും എനിക്ക് വേണ്ട. ഞാൻ വന്നത് ഒരു വിവാഹാലോചനയുമായിട്ടാ. മംഗലശ്ശേരിയിൽ വീണ്ടും ഒരു കല്യാണ ആലോചനയുമായി വരേണ്ട ഗതികേട് എനിക്ക് വന്നു. ഞാനത് തുറന്ന് സമ്മതിക്കുന്നു. മോൾക്ക് വേണ്ടി ആലോചിക്കാൻ ഇവിടെ പയ്യന്മാരൊന്നുമില്ല. പിന്നെ രാജുണ്ട്. ദിനേശ് ഒന്നും മിണ്ടാതെ നിൽക്ക്. നായ്ക്കൾ ഓരിയിട്ട ആരാ മറുപടി പറയാൻ നിൽക്കുന്നെ? സഹി കെട്ട തല്ലും. ദക്ഷ പറഞ്ഞു വന്നത് ഒന്ന് പൂർത്തിയാക്ക്. എന്റെ മൂത്ത ഏട്ടനുമായിട്ടായിരുന്നല്ലോ കവിതയുടെ കല്യാണം ആദ്യം ആലോചിച്ചത്. ഇപ്പൊ ഞാൻ വന്നത് എന്റെ രണ്ടാമത്തെ ഏട്ടന് വേണ്ടിയാ. നീ അറിയും, ഗൗതം. അല്ല, അത് പിന്നെ നിർത്ത്. ഞാൻ മംഗലശ്ശേരി കാരണവരോടും ശ്രീദേവിയോടാണ് സംസാരിക്കുന്നത്. പിന്നെ നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. നീ അത് പറഞ്ഞാലും ഫലത്തിൽ രണ്ടും ഒന്ന് തന്നെ. എന്റെ മകളെ ആരുടെ കൂടെ അയക്കണമെന്ന് ഞാൻ തീരുമാനിക്കും.
അവൾ ആരുടെ കൂടെ ജീവിക്കണമെന്ന് അവളാ പണിക്കരെ തീരുമാനിക്കുന്നത്. പണിക്കർ മകളെ വിളിച്ചൊന്ന് ചോദിക്ക്. കവിതേ, എടി കവിതേ, നിനക്ക് വിവാഹാലോചനയായിട്ട് വന്നിരിക്കുക ഇവള്. നീ ആട്ടിയിറക്കുന്നോ അതോ ഞാൻ ചൂലെടുക്കണോ? എന്റെ സമ്മതത്തോടെ ദക്ഷ വന്നിരിക്കുന്നെ. നീ എന്താടി പറഞ്ഞത്? അവള് പറഞ്ഞത് സത്യ. എന്ത് സത്യം? കവിതയും എന്റെ ഏട്ടൻ ഗൗതവും എന്നോട് വന്ന് പറഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ദക്ഷ പറയുന്ന ശരിയാ. ഇവിടെ വന്ന ആചാരപ്രകാരം പെണ്ണ് ചോദിക്കാൻ ഞാനാ ദക്ഷയോട് പറഞ്ഞത്. കല്യാണം കഴിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷനാണ് എനിക്കെന്നാണല്ലോ ഇവിടെ പലരും പറയാറുള്ളത്. എന്നാ പിന്നെ അതങ്ങ് മാറട്ടെ എന്ന് ഞാനും കരുതി. നിനക്ക് കുടുംബശത്രുവിനെ കിട്ടിയുള്ളൂ അല്ലേടി ദ്രോഹി? കുടുംബശത്രുവിന്റെ മകളുമായി കൊച്ചുമകന്റെ വിവാഹം നടത്താൻ ഇറങ്ങിയ നിങ്ങൾ തന്നെയല്ലേ? എന്നിട്ടിപ്പോ എന്താ എന്റെ കാര്യത്തിൽ മാത്രം ഒരു ഐത്തം? ഞാൻ ചോദിച്ചു തുടങ്ങിയ പിന്നെ ഈ വീട്ടിലുള്ളവർക്ക് പലതിനും ഉത്തരം ഉണ്ടാവില്ല. ഗൗതവുമായുള്ള എന്റെ വിവാഹം നടക്കണം. അതിൽ നിന്ന് ഞാൻ പിന്നോട്ടില്ല. ഈ കല്യാണം എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കവിതയും ഗൗതവും രജിസ്റ്റർ മാരേജ് കഴിക്കട്ടെ, അവരിറങ്ങിപ്പോവട്ടെ എന്നാരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതിന് എന്റെ ഏട്ടനെ ആരും പ്രതീക്ഷിക്കണ്ട. മുഴുവൻ കുടുംബങ്ങളുടെയും സാന്നിധ്യത്തിൽ പണിക്കർ മകളുടെ കൈപിടിച്ച് എന്റെ ഏട്ടന് കൊടുക്കണം. കല്യാണം വിപുലമായിട്ടൊന്നും വേണ്ട. മംഗലശ്ശേരിക്കാരുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ചായാൽ അത്രയും നല്ലത്. കല്യാണം നാളെയാണെങ്കിലും എനിക്ക് സമ്മതം. നിങ്ങൾക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. മറുപടി എനിക്ക് ഉടനെ കിട്ടണം. ശരി, ഇപ്പൊ ഞാൻ ഇറങ്ങുന്നു. നീയൊന്ന് വന്നേ ലച്ചു. പേടിക്കണ്ട, നിന്നെ ഞാൻ എന്ത് ചെയ്യാനാ?
നീ ഇത് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഒരിക്കൽ കല്യാണം കഴിച്ചവരെ കൊണ്ട് വീണ്ടും നാടകം നടത്താൻ നാണല്ലേ നിങ്ങക്ക്? എങ്കിൽ നീയും ദിനേശനും അവിടെ വെച്ചത് പറയാത്തതെന്താ?